ഗൈസ്, ഈ ട്വിക്സിന്റെ ചോക്ലേറ്റ് ഇല്ലേ, അതിന് വേണ്ടി ഒരു 3-4 കടകൾ കയറി ഇറങ്ങിയൊരു കഥയാണ് ഇന്നത്തെ. അതായത് എനിക്കൊരു ചോക്ലേറ്റ് ബൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഓർഡർ കിട്ടി. സോ അതിൽ ട്വിക്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാവണം എന്നായിരുന്നു കസ്റ്റമറിന്റെ പ്രിഫറൻസ്. സോ അതിനുവേണ്ടി ട്വിക്സും ബാക്കി ചോക്ലേറ്റ്സും മേടിക്കാനാണ് ഞാൻ പോകുന്നത്. പക്ഷെ പോയപ്പോൾ ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇത്രയും അലയേണ്ടി വരുമെന്ന്. ആദ്യം ഞാൻ സ്ഥിരം ചോക്ലേറ്റ്സ് എടുക്കുന്ന ഷോപ്പിലോട്ട് പോയി. അവിടെ എപ്പോൾ ചെന്നാലും ട്വിക്സിന്റെ ചോക്ലേറ്റ്സ് ആണ്. ഞാൻ പോയപ്പോൾ ട്വിക്സിന്റെ ചോക്ലേറ്റ് ഇല്ല. അങ്ങനെ അവിടെ നിന്ന് ഞാൻ നേരെ അടുത്ത കട ലക്ഷ്യമാക്കി ഞാൻ പോവാണ്. അവിടെ ചെന്നപ്പോൾ അവിടെയും ട്വിക്സ് ഇല്ല. ഞാൻ എപ്പോഴും ട്വിക്സ് കാണുന്ന ഒരു സ്ഥലത്തും ട്വിക്സ് ഇല്ല. എനിക്കിത് കഴിഞ്ഞിട്ട് വേണം ഉണ്ടാക്കി കഴിഞ്ഞ് നേരെ ഷിഫ്റ്റിന് കയറാനും. ട്വിക്സ് എല്ലായിടത്തും എപ്പോഴും കാണും. എനിക്ക് ആവശ്യമില്ലാത്തപ്പോൾ ഇന്നും ഒരിടത്തും ഇല്ല. ഇനി നമുക്ക് അടുത്ത കടയിലോട്ട് പോകാം. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത കടയിലോട്ട് പോയി. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ആസ് യൂഷ്വൽ അവിടെയും ട്വിക്സ് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ നേരെ ലുലു ലക്ഷ്യമാക്കി വീണ്ടും പോയി. അങ്ങനെ ലുലുവിലോട്ട് പോകുന്ന വഴി ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് സുപ്രീമിൽ കയറി നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒട്ടുമിക്ക ചോക്ലേറ്റ്സും അവിടെ ഉണ്ടാവാറുള്ളതാണ് എന്ന് വിചാരിച്ചു. എൻ്റെ ഭാഗ്യത്തിനുണ്ടെങ്കിലോ എന്ന് പറഞ്ഞ് കയറിയപ്പോൾ ദാ കിടക്കുന്നു ഗൈസ് ട്വിക്സ്, ഇഷ്ടംപോലെ ട്വിക്സ്. ഇപ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനം കിട്ടിയത്. കാരണം എനിക്കിത് കഴിഞ്ഞിട്ട് വേണം ഷിഫ്റ്റിന് കയറാൻ ഞാൻ പറഞ്ഞില്ലേ. കാരണം 6 മണിക്കുള്ള ഷിഫ്റ്റിന് ഞാൻ 2:30-3 മണിക്കാണ് ഈ കിടന്ന് അലയുന്നത്. കാരണം ഇതിനി കഴിഞ്ഞ് എനിക്ക് ഉണ്ടാക്കി ഓഫീസിൽ തന്നെ ഒരാൾക്ക് കൊടുക്കാനാണ് ഞാനിത് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സമയമില്ലാത്ത സമയത്ത് എന്തിനാണ് ഞാൻ കിടന്ന് ഓടുന്നത്. എനിക്കിത് പെട്ടെന്ന് കിട്ടിയൊരു ഓർഡറാണ്. സോ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കിടന്ന് അലയേണ്ടി വന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ട്വിക്സ് ഇല്ലാന്ന് കസ്റ്റമറിൻ്റെ അടുത്ത് പറഞ്ഞാലോ എന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ പറയാൻ വേണ്ടി തോന്നിയില്ല. കാരണം അവർ ആഗ്രഹിച്ച് അങ്ങനെ ട്വിക്സ് വേണം എന്ന് പറഞ്ഞ് എനിക്ക് തന്നൊരു ഓർഡറല്ലേ. സോ അതെനിക്ക് പറ്റില്ല എന്ന് പറയാൻ തോന്നിയില്ല. സോ അതിന് വേണ്ടി ഞാൻ എവിടെയെങ്കിലും പോയി ട്വിക്സ് ഒപ്പിക്കാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ട്വിക്സിന് വേണ്ടി കിടന്ന് ഓടിയത്. പിന്നെ ഞാൻ നേരെ വീട്ടിൽ വന്ന് അപ്പോൾ തന്നെ സംഭവം കൈയോടെ ഉണ്ടാക്കി. പിന്നെ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ മേടിക്കുന്നതിനെക്കാട്ടിലും ഇരട്ടി വിലയ്ക്കാണ് ഞാൻ ഈ ചോക്ലേറ്റ്സ് മേടിച്ചത്. ഇതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം എനിക്കും ഉമ്മാക്കും ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടി പോകണമായിരുന്നു. കാരണം അതിന്റെ പിറ്റേ ദിവസം നമുക്കൊരു പാലേജ് ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാൻ വേണ്ടി ഞാൻ താഴെ പിൻ ചെയ്തേക്കാം. അങ്ങനെ ഇതെല്ലാം കഴിച്ചു ഞാൻ നേരെ ഉമ്മയെ വീട്ടിലാക്കി നമ്മുടെ ഉണ്ടാക്കിയ സാധനം കൊണ്ട് ഞാൻ നേരെ ഓഫീസിലോട്ട് പോയി ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.